പൂരനഗരിയിൽ കലയുടെ കുടമാറ്റം തുടരുകയാണ്. ആവേശം തീർത്ത് ജനപ്രിയ ഇനങ്ങൾ വേദിയിൽ തകർത്താടുകയാണ് കൗമാര പ്രതിഭകൾ. മൂന്നാം നാളിൽ 171 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ സ്വർണ്ണക്കപ്പ് ഇത്തവണ ആര് നേടുമെന്നതിൽ ആകാംക്ഷ ഏറുകയാണ്. കണ്ണൂർ ജില്ലയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത്. ആവേശം പങ്കുവച്ച് തൃശ്ശൂരിൽ നിന്ന് സ്മിത ഹരിദാസും പ്രജിൻ സി കണ്ണനും നമുക്കൊപ്പം ചേരുകയാണ്. സ്മിത, പ്രജിൻ, ഇരുവർക്കും സ്വാഗതം പ്രൈം ടൈമിലേക്ക്. എങ്ങനെയുണ്ടെന്ന മൂന്നാം ദിവസം? ജനപ്രിയ ഇനങ്ങൾ ഇങ്ങനെ അരങ്ങ് തകർക്കുമ്പോൾ വേദികളിൽ സദസ്സിലൊക്കെ തൃശ്ശൂരുകാര് ആസ്വാദകരായി നിറഞ്ഞു കവിയുന്നത് നമ്മൾ കണ്ടിരുന്നു. പൊതുവെ ഈ കലാപരിപാടികളോട്, കലാമേളകളോടൊക്കെ വലിയ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുന്നവരാണ് തൃശ്ശൂരുകാർ. ഇത്തവണയും ആ കാഴ്ച തന്നെയാണ് നമ്മൾ തൃശ്ശൂരിൽ കാണുന്നത്. പറയൂ, മൂന്നാം ദിവസത്തെ വിശേഷങ്ങൾ. വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാത്തതുപോലെ തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമാണ് കേരളത്തിന്റെ. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് ഈ ഒറ്റ ഫ്രെയിമിൽ അത് കാണാം. നമുക്ക് പിറകിലുള്ളത് സൂര്യകാന്തി എന്ന ഒന്നാം വേദിയാണ്. അവിടെ ഇപ്പോൾ ഹൈസ്കൂൾ വിഭാഗം തിരുവാതിര മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. അതെ, നിറഞ്ഞ സദസ്സിലാണ് ഇപ്പോഴും ആ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് വൈകുന്നേരം ഒരു 3-4 മണിയോട് തുടങ്ങിയതാണ്. ആ സമയം തൊട്ട് നിറഞ്ഞ സദസ്സിലാണ് ഈ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി തിരികെ നമ്മളൊന്ന് മാറി നടന്നു കഴിഞ്ഞാൽ വിജയകുമാർ ഒന്ന് ഞെട്ടും. കാരണം ഇത് ഒരു പൂരപ്പറമ്പിന് സമാനമാണ്. ഒരു പൂരത്തിന് എങ്ങനെയാണോ ആൾക്കാർ ഇവിടെ കൂടുന്നത്, അതിന് സമാനമാണ് തേക്കിൻകാട് മൈതാനി എന്ന് പറയാം. അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയാണ്. പിന്നെ നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരത്തിനുള്ള ഒരു സ്കോപ്പും അവർ വിടില്ല. ഇത് മറ്റൊരു പൂരമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. വൈകിട്ടായപ്പോഴേക്കും ഇന്നലത്തേക്കാൾ, അത് ഓരോ ദിവസവും, ആദ്യ ദിവസം ഞാൻ പറഞ്ഞില്ലേ രാത്രി മുഴുവനും മത്സരം വൈകിയെങ്കിലും അപ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാണികൾ നിറയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ ഒരു 3-4 ഇരട്ടി വരുമെന്നുള്ളതാണ്. ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരോട് ചോദിച്ചാൽ പറയും, കുറേ പേര് കലാമത്സരങ്ങൾ ആസ്വദിക്കാൻ വരുന്നു, കുറേ പേര് ഈ ഓളം ആസ്വദിക്കാൻ വരുന്നു, അതിഥികളെ കാണാൻ കാത്തിരിക്കുന്നവരുണ്ട്. കാരണം ഒരുപാട് പേര് കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഉള്ളവർ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിയിരിക്കുകയാണ്. അവരെയൊക്കെ സ്നേഹത്തോടെ സ്വീകരിക്കാനും കുശലം പറയാനും ഒക്കെ ആയിട്ട് അങ്ങനെ തൃശ്ശൂർക്കാർ മാറി നിൽക്കില്ല ഒന്നിലും. അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ഈ കലാപ്രകടനങ്ങൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു വശത്തുനിന്ന് സംഗീതം, തിരുവാതിരപ്പാട്ടാണെങ്കിൽ മറുവശത്തുനിന്ന് മറ്റേ എന്തെല്ലാം കളികളായിരുന്നു ഇന്നല്ലേ. കോൽക്കളി ഉണ്ടായിരുന്നു, ഒപ്പന ഉണ്ടായിരുന്നു. ഇന്ന് വേദിയിലെത്തി എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ആസ്വദിക്കാൻ ഒരു പുരുഷാരം ഇങ്ങനെ ഓരോ മണിക്കൂറിലായി വരുന്നു എന്നുള്ളതാണ്. അവരിങ്ങനെ എവിടെ നിൽക്കുന്നില്ല. ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വിജയകുമാർ, ഇനി നമ്മുടെ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 171 ഇനങ്ങൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. അതായത് മൂന്നാം ദിനമാണ്. ഇനി 2 ദിവസം കൂടി ഉണ്ട്. 68 ഇനങ്ങളാണ് നാളെയും മറ്റന്നാളുമായി വേദിയിലെത്തുക. ഇന്നിനി ഒരു 10 ഇനങ്ങൾ കൂടി പൂർത്തിയാവാൻ ബാക്കിയുണ്ട്. എന്നിരിക്കെ കപ്പാര് നേടും എന്ന ചോദ്യത്തിന് വലിയ ആകാംക്ഷയുണ്ട്. കാരണം ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നില്ല. വ്യക്തമായ ലീഡ് എന്റെ കണ്ണൂർ ജില്ലയ്ക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി. ഡെക്കറേഷൻ ഒക്കെ വന്നപ്പോ തന്നെ തോന്നി. സത്യമാണ്, കണ്ണൂർ ജില്ല മുന്നിൽ നിൽക്കുന്ന, ഒരു അല്പം മുന്നിൽ എന്ന് പറയാൻ പറ്റുള്ളൂ. 14 പോയിന്റ് വ്യത്യാസമുണ്ട് 2-1 സ്ഥാനങ്ങൾ തമ്മിൽ. കാരണം ഒന്നാം സ്ഥാനത്ത് കണ്ണൂർ ജില്ല 694 പോയിന്റുമായി വലിയ ലീഡിലേക്ക്. ഇനങ്ങൾ നാളെ വരാനിരിക്കുന്നേ ഉള്ളൂ, ഇന്നും തീർന്നിട്ടില്ല. അതെ, കോഴിക്കോട് 680, തൃശ്ശൂർ 678, പാലക്കാട് 676, തിരുവനന്തപുരം 660, ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 68 ഇനങ്ങൾ, ഇന്നത്തെ 10 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 78 ഇനങ്ങൾ ഇനി ശരിക്കും കഴിയാൻ ബാക്കിയുണ്ട്, പൂർത്തിയാകാൻ ബാക്കിയുണ്ട്. ആ സമയത്ത് ഇനി ഏതൊക്കെ ജില്ലകൾ കയറി വരും എന്ന് പറയാൻ കഴിയില്ല. അതിനിടയിൽ പ്രജിന് എന്ത് മനോഹരമായ കാഴ്ചയാന്ന് നോക്ക്. അവിടെ ഒന്നാം വേദിയുടെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞല്ലോ. തിരുവാതിരക്കളി ഓരോ ടീമായിട്ട് ഇങ്ങനെ കളികൾ മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞിട്ട് അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.